ഇവിടെ നമുക്ക് കാണാം വലയിൽപ്പെട്ട ഒരു തിമിംഗല സ്രാവിനെ അവർ കടലിലേക്ക് വിടാൻ ശ്രമിക്കുന്നു. ശരിക്കും ഇവ എങ്ങനെയാണ് വലയിൽ കുടുങ്ങുന്നത് എന്ന് നോക്കാം. വലിയ വലകൾ ഉപയോഗിച്ച് ട്രോൾ ഫിഷിംഗ് നടത്തുമ്പോഴാണ് വേൽ ഷാർക്കുകൾ കൂടുതലായും ഇങ്ങനെ കുടുങ്ങുന്നത്. പോൾസെയിൻ വല ചുറ്റിക്കൊണ്ടു കയറ്റുന്നതിന്റെ ഫലമായി ഇവ അകപ്പെട്ടു പോകും. ഭ്രമിച്ച് കടലിൽ കയറൽ തിമിംഗല സ്രാവുകൾ ചെറിയ മത്സ്യങ്ങളെ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ലൈറ്റുകളും മത്സ്യക്കൂട്ടങ്ങളും ആകർഷിച്ച് വലയിൽ പ്രവേശിച്ചേക്കാം. വലയിൽ കുടുങ്ങിയാൽ അവ അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ അശക്തരാകുന്നു. കാരണം അവയുടെ ചലനം വലച്ചിരിപ്പാകുന്നു. കൃത്യമായ രക്ഷാപ്രവർത്തനം ഇല്ലെങ്കിൽ ഇവ തളർന്നോ ശ്വാസം മുട്ടിയോ അവയ്ക്ക് ജീവൻ നഷ്ടപ്പെടാൻ കാരണമാവും. ഇതുപോലെ ഇനി ഉണ്ടാവാതെ ഇരിക്കാൻ മത്സ്യബന്ധനത്തിന് വേൽ ഷാർക്കുകൾക്ക് സുരക്ഷിതമായ രീതികൾ ഉപയോഗിക്കുക. ക്യാമറ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വേൽ ഷാർക്കുകളുടെ സാന്നിധ്യം കണ്ടെത്തി വലയിടുന്നത് ഒഴിവാക്കുക. വലയിൽ കുടുങ്ങിയാൽ ദ്രുതഗതിയിൽ മോചിപ്പിക്കൽ. പല രാജ്യങ്ങളും ഇതിനായി പ്രത്യേക നയങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. വലയിൽ കുടുങ്ങുന്ന വേൽ ഷാർക്കുകളുടെ എണ്ണം കുറയ്ക്കാനായി പരിസ്ഥിതി സംഘടനകളും ഗവേഷകരും പ്രവർത്തിച്ചു വരികയാണ്. ഇത് നല്ല രീതിയിൽ എത്തും എന്ന് നമുക്ക് കരുതാം.